കൊല്ലം അരുവിക്കര സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ലെന്നും അതിനു പിന്നിൽ കോളേജ് ഹോസ്റ്റലിലെ ലഹരി മാഫിയയുടെയും മാനേജ്മെന്റിന്റെയും ഇടപെടലുകൾ ഉണ്ടെന്നും ആരോപിച്ച് കുടുംബം രംഗത്ത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് ബൊമ്മസദ്രയിലുള്ള BTL സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗളൂരുവിലെ കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ലഹരി മാഫിയയുടെ ഇടപെടലുകളെക്കുറിച്ചും ആദിത്യൻ നേരിട്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമാണ്. ഹോസ്റ്റൽ മുറിയിലെ സഹപാഠികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ ആദിത്യൻ ശക്തമായി എതിർത്തിരുന്നതായും ഈ അധാർമിക പ്രവണതകൾക്കെതിരെ അവൻ പലതവണ കോളേജ് മാനേജ്മെന്റിന് രേഖാമൂലവും അല്ലാതെയും പരാതി നൽകിയിരുന്നതായും കുടുംബം വെളിപ്പെടുത്തുന്നു. എന്നാൽ ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതിന് പകരം പരാതിക്കാരനായ ആദിത്യനെ തന്നെ കുറ്റക്കാരനായി മുദ്രകുത്തുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സഹപാഠികൾക്കൊപ്പം തന്നെ ആദിത്യനെയും ചേർത്ത് നിർത്തി അവനും ലഹരിക്ക് അടിമയാണെന്ന് ഒരു അധ്യാപകൻ പരസ്യമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് പിതാവ് പ്രദീപ് വേദനയോടെ വ്യക്തമാക്കുന്നു. ലഹരി മാഫിയയെ സംരക്ഷിക്കുന്ന കോളേജ് അധികൃതരുടെ ഇത്തരം നടപടികൾ ആദിത്യനെ മാനസികമായി തളർത്തുകയും സഹപാഠികൾക്കിടയിൽ അവൻ പൂർണ്ണമായും ഒറ്റപ്പെടാൻ കാരണമാവുകയും ചെയ്തു. തന്റെ പരാതികൾ അവഗണിക്കപ്പെടുക മാത്രമല്ല, മറിച്ച് താൻ തന്നെ അപമാനിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് ആദിത്യനെ വലിയ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയതാണെന്നും ഈ മാനസിക പീഡനങ്ങളാണ് അവന്റെ അന്ത്യത്തിന് കാരണമായതെന്നും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം ആദിത്യൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും പ്രണയപരാജയമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നുമാണ്. എന്നാൽ ഈ വാദങ്ങൾ കുടുംബം പൂർണ്ണമായും തള്ളിക്കളയുന്നു. ആദിത്യന്റെ മരണവിവരം അറിഞ്ഞ് ബംഗളൂരുവിലെത്തിയ ബന്ധുക്കളോട് മൃതദേഹം കാണുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണെന്ന് മാനേജ്മെന്റ് ആവർത്തിച്ച് പറഞ്ഞത് സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. കൂടാതെ സഹപാഠികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും ആദിത്യനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറായില്ല എന്നതും വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ബന്ധുവിൻ്റെതാണ് ഈ കോളേജ് എന്നതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ഭീതിയും കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഹെബ്ബഗോഡി പോലീസ് ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ വിമുഖത കാണിച്ചതായും ആരോപണമുണ്ട്. ബംഗളൂരുവിലെ ഒരു അഭിഭാഷകന്റെ ഇടപെടലിന് ശേഷമാണ് പരാതി ഫയൽ ചെയ്യാൻ പോലീസ് തയ്യാറായത്. മരണത്തിനു മുൻപ് ആദിത്യൻ അയച്ച ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേസിൽ നിർണായക തെളിവായി മാറിയേക്കും. ആദിത്യന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ചു. മകന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ആദിത്യന്റെ മരണം വെറുമൊരു ആത്മഹത്യയായി തള്ളിക്കളയാൻ സാധിക്കില്ല. സഹപാഠികളുടെ ലഹരി ഉപയോഗം ചൂണ്ടിക്കാണിച്ചതിന് മാനേജ്മെന്റിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടായ ക്രൂരമായ ഒറ്റപ്പെടുത്തലുകളും അധിക്ഷേപങ്ങളും ആ 19-കാരന്റെ മാനസിക നില തകർക്കുന്നതായിരുന്നു. പ്രമുഖ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനമായതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന കുടുംബത്തിന്റെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആദിത്യൻ അവസാനമായി അയച്ച ശബ്ദ സന്ദേശങ്ങളും കുടുംബത്തിന്റെ മൊഴികളും ഗൗരവകരമായി പരിഗണിച്ച് സുതാര്യമായ ഒരു അന്വേഷണം നടപ്പിലാക്കിയാൽ മാത്രമേ ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ.